ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടൊരു തേങ്ങാ ചട്നിയുടെ റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇത് ദോശയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇതിനു മുമ്പ് ഇട്ടതൊരു ബ്രെഡ് ദോശയാണ്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതും കൂടി കണ്ട് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കോക്കനട്ട് ചട്നി ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു 4 പച്ചമുളക് നിങ്ങൾ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ വേണ്ടത് 1/4 കപ്പ് തേങ്ങ ചിരവിയത്. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇനി മിക്സി മൂടി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ ഈ കാണുന്ന പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ ഈ കാണുന്നത് പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത തേങ്ങ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ചമ്മന്തി ഒരു നല്ല ഫൈൻ പേസ്റ്റായിട്ടാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ചമ്മന്തി ഇപ്പോൾ നല്ല തിക്കാണ്. ഞാനപ്പോൾ സ്വല്പം വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ചിടണം. ചമ്മന്തിയിലേക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ചെറിയ ഉള്ളിയും 2 ഉണക്കമുളകും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഉള്ളിയെല്ലാം ഒരു ചെറിയ ബ്രൗൺ കളറായി വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഉള്ളിയെല്ലാം ഒരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യണം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ചട്നി ചേർത്ത് കൊടുക്കാനായിട്ട്. തേങ്ങ കൂടുതൽ കുക്കായി വെന്ത് പോകാതിരിക്കാനാണ് നമ്മൾ ഈ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യുന്നത്. ചട്നി ചൂടായ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ചട്നി കൂടുതൽ തിക്കാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി വല്ലാതെ ലൂസായി പോകരുത്. ഈ ചട്നി കുറച്ച് തിക്കായിട്ടിരിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. സ്റ്റവ് ഓൺ ചെയ്ത് കൂടുതൽ സമയമൊന്നും ചട്നി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ വളരെ രുചികരവും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.